ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഉള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കുറേ കൺഫ്യൂഷനുണ്ട്. ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. തീരുമാനം എടുക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ജോലി നിങ്ങൾ കുറേ ജോലിക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഇമെയിലൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ആകെ കൺഫ്യൂസ്ഡ് ആവും ഏതാണ് നല്ലത് എന്നുള്ളത്. മാത്രമല്ല ആകെ ഒരു തീരുമാനം, ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റൂല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു എനർജിയിലിരിക്കുന്ന ആൾക്കാരാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു എന്ത് ഓഫർ വന്നാലും, ഈവൻ ഒരു റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു ഓഫർ വന്നാൽ പോലും നിങ്ങൾ കുറേ തവണ ആലോചിക്കണം, ഇതെനിക്ക് വേണോ, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവോ. അപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് കൂടുതലുള്ളതെന്നാണ് കാണുന്നത്. ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ച് നിങ്ങളോടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഓഫർ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ അങ്ങ് ശരിക്കും അങ്ങ് ആണ്ടുപോകാതിരിക്കുക, അങ്ങ് അതിൽ ഒരുപാട് അട്രാക്ഷൻ ഒന്നും തോന്നാതിരിക്കുക. കാരണം ഇതൊരു ബാഹ്യമായ സൗന്ദര്യം അതിൽ വെച്ചിട്ട് മാത്രം വരുന്നൊരു ഓഫറായിരിക്കാം. നിങ്ങളെ കാണാൻ നല്ലതായതുകൊണ്ട്, ഇപ്പം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു രൂപഭാവങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്കിലേക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഓഫർ വന്നേക്കാം. അപ്പോൾ നമ്മൾ അത് വേണമോ, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് ചിലപ്പോൾ ഒരു യൂസ് ആൻഡ് ത്രോ പോലെയൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം ആരെങ്കിലും ഒരു ഓഫറായിട്ടൊക്കെ വന്നാലും നിങ്ങൾ പെട്ടെന്ന് അതിലോട്ടൊന്നും വീഴാനുള്ളൊരു സാധ്യത ഇന്നത്തെ ദിവസമില്ല. കാരണം നിങ്ങളിലൊരു പരിവർത്തനമൊക്കെ സംഭവിച്ച് കഴിഞ്ഞ ആൾക്കാരാണ്. ഈ പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങ് അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങ് അട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റൂല ഈ സമയങ്ങളിൽ. കാരണം നിങ്ങൾ ഒന്നിലധികം തവണ ആലോചിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇതിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ തെറ്റുകളൊക്കെ ഇപ്പോൾ പാസ്റ്റിൽ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അബദ്ധം പറ്റിയ ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓഫർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള അങ്ങനത്തെ ആൾക്കാരല്ല നിങ്ങളെന്നാണ്. പാസ്റ്റ് എനർജിയാണ് ഒരു പെട്ടെന്ന് എടുത്തു ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യണത്, ഒന്നും ആലോചിക്കാതെ. പക്ഷേ ആ ഒരു തലത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ആൾറെഡി ഒരു പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നോ ബിഗിനിങ് ആണ്. ഒരു പുതിയ ഒരു
ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ എനർജി ഉണ്ട്. ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളൊന്ന് ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന കാര്യമായിരിക്കാം. ഇന്നത്തെ ദിവസം ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൂല എന്നൊക്കെ ശരിക്കും ആലോചിക്കുന്നൊരു അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളൊരു ദിവസമായിരിക്കാം ഇന്നത്തെ ദിവസം. കോൺഫിഡൻസ് ലെവല് ഇന്നത്തെ ദിവസത്തിൽ കൂടുതലായിരിക്കും എന്തായാലും. കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇന്ന് കൂടുതലും വന്നിട്ടുള്ളത്. ഇമോഷൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആളാകണം എന്നാണ് ഇന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ ഇമോഷണലി കൂടുതൽ ആ ഇമോഷണൽ സൈഡ് ശരിക്കും അതിന് ബലം കൂടുതലാണെങ്കിൽ നമ്മളുടെ പ്രാക്ടിക്കൽ സൈഡിന് അത് ബലം കുറവായിരിക്കും. നമ്മളെല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരാളുമായിട്ട് ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരാൾ എന്നെ ഇത്രയധികം സഹായിച്ചിട്ടുണ്ട്, ഈ ഒരാൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് മാറിപ്പോകണമെന്നുണ്ട്, പക്ഷേ അത് മാറിപ്പോകാൻ പറ്റാതെ നിങ്ങളുടെ ആ ഇമോഷൻസ് നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലവുമായിട്ടോ നിങ്ങൾ കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ നിന്നായിരിക്കാം. അത് പ്രണയമാകാം, സ്നേഹമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉയർച്ചയാകാം. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ മൈൻഡിനെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇമോഷണലായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. നമ്മളുടെ ഇമോഷൻ സൈഡ് സ്ട്രോങ് ആകുമ്പം നമുക്ക് കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ, പാസ്റ്റിൽ ഒന്നിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ വിട്ടുകളയും. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കും. ഈ ഒരു സമയം ആ വ്യക്തിയുമായിട്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് എന്താണ് ഉള്ളത്, ഈ ഒരു സമയം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പ്രാക്ടിക്കൽ മൈൻഡ് ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ പാസ്റ്റിൽ നമ്മളെ കുറേ ബുദ്ധിമുട്ടിച്ച ഒരു സ്ഥലം, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ആ ഒരു വ്യക്തികളുമായിട്ട് നമുക്കുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മൾ ആ വരുന്ന കാര്യങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇവർ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദ്രോഹം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കൂല. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇത്. നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാം, പക്ഷെ ആവശ്യത്തിന് മാത്രമായിരിക്കണം. നമ്മൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് നമ്മളുടെ ബുദ്ധിയും കൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ. പ്രാക്ടിക്കലായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. പിന്നെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം ഇന്നത്തെ ദിവസം. ശരിക്കും എന്ത് വന്നാലും നമുക്ക് ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ക്ഷമയുണ്ടാകും, അഹംഭാവം ഒന്നും കാണൂല, മാത്രമല്ല ഈഗോ ഒന്നും ഇല്ലാത്ത വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ്. അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങളിരിക്കണം. എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും ഒരു ഈഗോയും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും, പക്ഷേ ആ ഒരു എത്തുന്ന സമയത്തും ഞാനാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ കഴിവാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ല. നിങ്ങളത് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി എന്ന് മനസ്സിലാക്കുക. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിലൊരു ക്ലാരിറ്റിയാണ്, സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൽ ഒത്തിരി നിങ്ങളെ തന്നെ വിഷമിപ്പിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു സിംഹാസനത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിനൊരു ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു. പിന്നെ മാത്രമല്ല
നല്ല സൈക്കിക് എബിലിറ്റി ഉണ്ടാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് എന്താണ് സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു തോട്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ചിലപ്പം ഒരു തോന്നൽ വന്നേക്കാം, ഇന്ന് ഇന്ന കാര്യമായിരിക്കും ഇന്ന് അവിടെ സംഭവിക്കാൻ പോണതെന്ന്. അത് കാരണം നിങ്ങളും ആ ഡിവൈനുമായിട്ട് ശരിക്കും ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഡിവൈൻ പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ആ പവർ ഉപയോഗിക്കേണ്ടത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. നിങ്ങൾ ഈ ചിന്തകൾ മാനിഫെസ്റ്റ് ആകും. അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകുന്ന സമയമാണ് എന്നുള്ളതാണ്. അതിന് ഒരു കിരീടം വയ്ക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ കിട്ടിയ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ അടുത്ത് കിട്ടിയ ഒരു പ്രമോഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാനേജർ പോസ്റ്റോ അല്ലെങ്കിൽ ടീം ലീഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സമയത്ത് അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് ആ കിട്ടിയ ആ ഒരു കാര്യം അങ്ങ് അതിൻ്റെ ഒരു ഈഗോയിൽ ഇരിക്കാൻ പാടില്ല. കാരണം അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ എവിടേക്കോ ഒന്ന് യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പം നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നതായിരിക്കാം, ഇപ്പോൾ വിദേശത്തുള്ള ഒരു നാട്ടിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ വെക്കേഷൻ വന്ന ഒരു വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പോഴെങ്കിലും കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊന്ന് ജീവിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നു. ചിലപ്പോൾ അത് ഇന്ന് യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് അവിടെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെന്നാണ് കാണുന്നത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം. ഇത് നിങ്ങളിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നമ്മളിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളോ മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങളോ അതെ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയോ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം. ഇപ്പം നിങ്ങൾ വേറൊരാളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു വിശ്വാസം, നിങ്ങളോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് പിന്നെ കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്നൊരു ജയത്തിൻ്റെ ദിവസവും കൂടെയാണ്. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ഡീപ്രമോട്ട് ചെയ്ത് നിങ്ങളെ പറ്റിച്ച് ചതിച്ചിരുന്ന ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ താണു തരേണ്ട ഒരവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം, ഈ ഒരാൾ എൻ്റെ മുന്നിൽ വരണം, അല്ലെങ്കിൽ ഒരാവശ്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടോ ഇന്ന് നിങ്ങളെ വിളിക്കുക വരെ ചെയ്യും എന്നും കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിമിത്തം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പാസ്റ്റിൽ. പക്ഷെ ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വീണ്ടും അവരുടെ പ്രശ്നവും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാരുടെ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരാൾ വിളിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കണം, എൻ്റെ മുന്നിൽ വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. എംപററാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്
മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും മാത്രമല്ല ഒന്ന് ഭയപ്പെടുകയൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അധികാരം കയ്യിൽ കിട്ടുന്നൊരു സമയമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. കുറേ ആൾക്കാർക്കും ഇത് കൂടുതലും ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇന്ന് ചിലപ്പം നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതിരുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം. അപ്പം ഇന്ന് നിങ്ങൾ തീരുമാനിക്കും, മറ്റുള്ളവരനുസരിക്കും. അങ്ങനത്തേക്ക് ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ കേട്ടേ പറ്റുള്ളൂ. അത് കേൾക്കാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല എന്നുള്ള അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. പിന്നെ ഈഗോ വരരുത് എന്നുള്ളതുണ്ട്. നമ്മളുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിലും നമ്മൾ ഈഗോ ഇല്ലാതിരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, വളരെ ക്ഷമയോടെ മറ്റുള്ളവരെ. ഇപ്പം ചില ആൾക്കാർ കിട്ടുന്ന സമയത്ത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തേക്കാം. കാരണം പാസ്റ്റിൽ ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ച ആൾക്കാരായിരിക്കാം. അപ്പം ഈ ഒരു സമയം അവർക്ക് ആ ഒരു കാര്യം കിട്ടുമ്പോൾ, ഒരവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷെ ചെയ്യാതിരിക്കുക, വളരെ ക്ഷമയോടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കിട്ടിയ അവസരം മുതലെടുക്കാതിരിക്കുക ഇന്നത്തെ ദിവസം. കാരണം നമ്മളുടെ മൂല്യം കാത്തു സൂക്ഷിക്കണം. റിവഞ്ച് നമുക്കുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റിവഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു കർമ്മ ഉണ്ടാക്കി വെക്കും. വീണ്ടും എപ്പോഴെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ താഴ്ന്നു കൊടുക്കും. അപ്പം നമ്മളെ ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഏതോ ജന്മത്തിലോ ഈ ജന്മത്തിലോ നമ്മൾ ഈ വ്യക്തിക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ നമ്മൾ ചെയ്തൊരു കാര്യം ഇന്ന് ഈ ഒരാളിലൂടെ ആ ഒരു കർമ്മ പൂർത്തിയാക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല. അപ്പോൾ നമ്മുടെ ഈഗോയും അത് കുറച്ച് ഹർട്ടാകും. ഈഗോ ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നോ അപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന്. ഇപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്കൊരു മൂല്യവും തരണില്ല, എൻ്റെ വാക്കുകൾക്ക് വിലയില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ എപ്പോഴും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മ റിലീസാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ഏതെങ്കിലും ഒക്കെ ജന്മത്തിൽ ചെയ്ത് കൊടുത്ത കാര്യമാണ് ആ ഇൻസൾട്ടിലൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പം അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ പ്രശ്നമില്ല. നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം ഹസ്ബൻഡോ വൈഫോ ഒക്കെ നമ്മളെ വെറുതെ ഇൻസൾട്ട് ചെയ്യും. നമുക്ക് ഒരു കാര്യമില്ലെങ്കിലും ഓരോ കാര്യമില്ലാത്ത ഒരു ഇതിനും നമ്മളെ വെറുതെ ഇൻസൾട്ട് ചെയ്ത് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ അവരാകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം, മാതാപിതാക്കളാകാം ചിലപ്പോൾ, പിന്നെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആകാം. ഈ ഒരു ഇൻസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുമ്പം നിങ്ങൾ ഹർട്ടല്ല ആകേണ്ടത്. ഹർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓക്കെ, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് ഞാൻ കൊടുത്ത കർമ്മയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പിന്നെ അതിൽ വേദനിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങളങ്ങനെ വേദനിക്കരുത്. അത് തിരിച്ചറിയുമ്പോൾ ഈ പാസ്റ്റ് ലൈഫും എടുക്കുന്നത്, അതായത് ആകാശിക് റെക്കോർഡൊക്കെ നമ്മൾ നോക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്ത് കർമ്മയാണ് ബാക്കി വെച്ചത്, എന്താണ് ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എത്ര സ്നേഹിച്ചാലും, നമ്മൾ എത്ര കമ്മിറ്റ്മെൻറ്റ് കൊടുത്താലും, അവരെ എത്ര സഹായിച്ചാലും അവർ നമ്മളെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യുകയും നമുക്കൊരു മൂല്യവും തരാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ജന്മത്തിൽ, അല്ലെങ്കിൽ ഒരു കർമ്മ പൂർത്തിയാകാതിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാസ്റ്റ് ലൈഫ് ആകാശിക് റെക്കോർഡൊക്കെ നമ്മളെടുത്ത് നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഒരു കർമ്മ റിലീസായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ വ്യക്തിയോട് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിലൂടെ നമ്മളത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും നിങ്ങൾ ഈഗോ എന്നും എടുക്കണ്ട, വരുന്നത് വരട്ടെ. ആരെങ്കിലും എന്ത് പറഞ്ഞാലും നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. വിമനാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം നിങ്ങളൊരു സ്ത്രീയുമായി ഒരു ഡീലിങ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്തെങ്കിലും അത് ചിലപ്പോൾ ഒരു ലേഡിയെ പരിചയപ്പെട്ടേക്കാം ഇന്ന്. ചിലപ്പോൾ അത് ബിസിനസ് സംബന്ധമായ കാര്യമോ ജോലിക്കാര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ലേഡിയെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഹാൻഡാണ്.
നിങ്ങൾക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് വരുന്നു എന്നുള്ളത്, ആരോ നിങ്ങളെ സഹായിക്കാൻ വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ ആരോ അസിസ്റ്റ് ചെയ്യാൻ ആരോ വരുന്നു, നിങ്ങൾക്കൊരു ഗൈഡൻസ് എവിടെ നിന്നോ കിട്ടുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ സ്ട്രഗിളിലിരിക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് എവിടെ നിന്നോ വരുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.